24-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബ്രേക്ക് ഡൗൺ ആയ കാറ് ശരിയായിക്കൊണ്ട് നിൽക്കുന്ന ആദേശിനെയും അവന് നേരെ ഗൺ പോയിന്റിൽ നിൽക്കുന്ന നെസറിന്റെ ഗുണ്ടയെയും കാണിക്കുന്നു. എന്തു പറ്റി? ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. തണുപ്പല്ലേ, നീ അകത്ത് കയറിക്കോ, ഞാനിവിടെ വന്നോളാം. ഇത് വല്ലതും നടക്കുമോ? എനിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ നോക്കുമ്പോൾ രണ്ടുപേരുടെ ഫോണിലും സിഗ്നൽ കാണിക്കുന്നില്ല. തണുപ്പ് കൂടിക്കൂടി വരിക. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും മെക്കാനിക്കിനെ കിട്ടുമോ നോക്കാം. എന്തു പറ്റി? നീ വേണമെങ്കിൽ എന്നെ പിടിച്ചോ. വേണ്ട, ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ അറിയാം. സാഹിന്റെ പുറകിൽ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കച്ച് കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഹൈദർ. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ ജമാലിന്റെ ഗാർഡനെയും ശ്രദ്ധിക്കുന്നു. ഇവിടെ ആളും അനക്കൊന്നും ഇല്ലേ? നീ വേണമെങ്കിൽ എൻ്റെ കൈ പിടിച്ചോ. ഇനി എന്തോരം ദൂരമുണ്ട് അറിയില്ല. എൻ്റെ ഫോണാണെങ്കിൽ ഇപ്പം ചാകും, ചാർജ് തീരെയില്ല. ഇതിലാണെങ്കിൽ സിഗ്നലും ഇല്ല. അപ്പോൾ ഇനി എന്തു ചെയ്യും? കുറച്ചുകൂടെ നടന്നു നോക്കാം. ഈ മെക്കാനിക്കിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. സോ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. നീ എന്തീ പറയുന്നേ? അപ്പം നമ്മൾ ഈ കാട്ടിപ്പെട്ടുപോകില്ലേ? മിക്കവാറും. തണുക്കുന്നുണ്ടോ നിനക്ക്? ഇല്ലല്ലോ. ആദ്യം തൽക്കാലം തങ്ങാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. നീ പേടിക്കണ്ട. എന്തു പേടി? എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചെങ്കിലും കുറച്ച് പേടി ഇല്ലാതില്ല. എൻ്റെ കയ്യിൽ നിന്നൊന്ന് വിടാവോ? നീ തന്നെയല്ലേ പിടിച്ചോളാൻ പറഞ്ഞേ? ഇത്ര പെട്ടെന്ന് കാലു മാറിയോ? ഇത് കേട്ട് മുഖം വീർപ്പിച്ച് നേരെ നടക്കുമ്പോൾ മരസാന ഞെട്ടിച്ചുകൊണ്ട് ആദേശ് അവന്റെ ജാക്കറ്റ് ഊരി അവൾക്ക് ഇട്ടുകൊടുത്തു. നിനക്ക് തണുക്കില്ലേ? ഇല്ല, എന്നെ നോക്കണ്ട. വേറൊന്നും കൊണ്ടല്ല. ഇനി തണുത്ത് വരച്ച് നിനക്ക് വല്ല പനിയും കൂടെ വന്ന് അത് എനിക്ക് തന്നെ പാരയാവും. നീ എപ്പോഴും എങ്ങനെയാ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് അതപ്പം തന്നെ മറയ്ക്കാൻ നോക്കും. ഈ സമയം മറ്റേ പുള്ളി അവരുടെ പുറകെ തന്നെ ഉണ്ട്. ഇടയ്ക്ക് എവിടെ നിന്ന് ഒരു കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കിയ ആദേശ് അവരുടെ നേരെ വരുന്ന ഒരു അപ്പൂപ്പനെ കണ്ടു. നിങ്ങൾ ഈ കാട്ടിൽ എന്ത് ചെയ്യാ? ഇവിടെ അടുത്ത് മെക്കാനിക് വല്ലതും ഉണ്ടാവോ? വരുന്ന വഴിയിൽ ഞങ്ങളുടെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഈ സമയം അത് അടച്ചു കാണും. ഇനി നാളെ രാവിലെ തുറക്കൂ. നിന്റെ പേരെന്താ? ഞാൻ ആദേശ്. ഇതെന്റെ ഭാര്യ. നേരെ ഒരുപാട് വൈകിയില്ലേ? നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാം. അയ്യോ അത് വേണ്ട, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ദുർമുസ്. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ അവിടെ. നിങ്ങളങ്ങോട്ട് വന്ന അവൾക്കും ഒരുപാട് സന്തോഷമാവും. ഇത് കേട്ട് അവസാനം അവിടേക്ക് ചെല്ലാൻ ആദേശ് സമ്മതിക്കുകയാണ്. അങ്ങനെ അപ്പൂപ്പനുമായിട്ട് നല്ല കമ്പനിയായി അവർ പുള്ളിയുടെ കൂടെ നടന്നു. അവരുടെ പുറകെ പോകുന്ന വഴി ഗുണ്ട നടുവും തല്ലി ദേ കിടക്കുന്ന നിലത്ത്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം തൽക്കാലം പുള്ളിക്ക് അവരുടെ പുറകെ പോകാൻ കഴിയുന്നില്ല. ബിന്നാസ് ഈ സമയം കുറച്ച് നാളായി നടക്കുന്ന ദുരന്തങ്ങൾ ഓർത്തെടുത്ത് ഇതിനെല്ലാം കാരണം ഏതോ ഒരു വലിയ ഒഴിയാബാധയാണെന്ന് കണ്ടെത്തി അതിനെ ഓടിക്കാനായി എന്തൊക്കെയോ വലിയ മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണ്. ഈ വരുന്ന പുള്ളിക്കാരിയാണ് ദുർമസംഘയുടെ ഭാര്യ ഗുല്ലു ആന്റി. അവർ ആദേശിനെ മർജാനെ നന്നായി തന്നെ സ്വീകരിക്കുന്നു. അവരോട് സംസാരിച്ച് കുറച്ചു കഴിഞ്ഞവൻ ജമാലിനെ വിളിച്ച് അവരിന്ന് വീട്ടിലേക്ക് വരില്ല എന്ന് അറിയിക്കുന്നു. അസ്ലി ഈ സമയം നിന്നും കിടന്ന് നിരങ്ങി വിളിച്ചിട്ട് ആദേശ് ഫോൺ എടുത്തില്ല. അപ്പോഴാണ് ജമാൽ അവളോട് ഇപ്പൊ സംസാരിച്ച് ഫോൺ അവൻ കട്ട് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞു വരുന്നത്. കൂടാതെ മെർജാനും അവന്റെ കൂടെ ഉണ്ടെന്നറിയുമ്പോൾ അസ്ലിയുടെ ഉണ്ടായിരുന്ന സമാധാനം കൂടെ പോയി കിട്ടി. ഗുല്ലുവാന്റെ ഈ സമയം മെർജാന് തൽക്കാലം ഇടാൻ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 3 ആഴ്ച. അപ്പം നിങ്ങളിപ്പോൾ ഹണിമൂണിന് പോകേണ്ട സമയമല്ലേ? അതിനൊന്നും പോകാതെ ഇപ്പോഴും ഈ ജോലിയുടെ പുറകെ നടക്കുകയാണോ? നോക്ക്, മാരേജിന്റെ എല്ലാ ഫേസും ബ്യൂട്ടിഫുള്ളാ. കുട്ടികളും കൂടെ ആവുമ്പോൾ കുറച്ചുകൂടെ നന്നാവും. നിങ്ങൾ എന്തിനായിരുന്നു ഈ വഴി വന്നത്? ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, അതിന്റെ സ്ഥലം കാണാൻ ഇറങ്ങിയതാ. വഴി വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി. വരുന്ന വഴിക്ക് നീ നിന്റെ ജാക്കറ്റ് നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു.
അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ചുമ്മാ ജാക്കറ്റ് കൊടുത്തുകൊണ്ടായില്ല, സ്നേഹവും വിശ്വാസവും ഒക്കെ വേണം. ശരി, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം, ശ്രദ്ധിച്ച് കേട്ടോണം. നിന്റെ ഭാര്യ എന്ത് പറയുന്നോ അതിന് കണ്ണും പൂട്ടി യെസ് പറഞ്ഞേക്കണം. നോ എന്ന വാക്ക് പറയേ ചെയ്യരുത്. അതല്ലേ എന്റെ സീക്രട്ട്. ഞങ്ങളിപ്പോ അങ്ങനെ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. അങ്കിളിന്റെ സാരോപദേശം കേട്ട് ഉൾപ്പുളകം കൊണ്ട് കിച്ചണിലേക്ക് വരുമ്പോഴാണ് കറിവേപ്പില പോലെ എന്തോ ഒരു ഇല ഗാർഡനിൽ നിന്ന് പിച്ചിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഗുള്ളു ആന്റി അവളെ പറഞ്ഞു വിടുന്നത്. സമാധാനമായിട്ട് ഇല പിച്ചിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇരുട്ടത്ത് ബാറ്റ്മാനെ പോലെയുള്ള ആദേശിന്റെ എൻട്രി. കിടന്ന് കാറല്ല ഞാനാ. നീ പേടിപ്പിച്ച് കൊല്ലോ മനുഷ്യനെ. ഒന്ന് ഒച്ച ഉണ്ടാക്കി വന്നൂടെ? ഇപ്പൊ പേടിച്ച് ഞാൻ ചത്തേനെ. അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ പുല്ല് പറിക്കുന്നാലെ വലിച്ചു പറിച്ചത് കരിഞ്ഞു പോവും. ഈ സമയം ജമാൽ കുറച്ചു നാളായി കാറ് കാണാത്തതിന്റെ കാര്യം മാലിക്കിനോട് അന്വേഷിക്കുന്നു. അത് തന്നെ ബറാത്ത് കൊണ്ട് ഇടിപ്പിച്ച കാറ്. അവസാനം അവനോട് എന്തൊക്കെയോ പറഞ്ഞവർ തടിതപ്പി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ അവർക്ക് ഇത്തിരി തനിച്ച് സമയം കൊടുക്കാന്ന് കരുതി ദുർമസംഗിൽ ഗുള്ളു ആന്റിയെ കൂട്ടി അകത്തേക്ക് പോവാണ്. ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലേ? നിനക്കിഷ്ടമെങ്കിൽ നമുക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. എന്റെ മനസ്സിൽ ഇപ്പൊ ആ പ്രൊജക്റ്റ് മാത്രമേ ഉള്ളൂ. നീ ടെൻഷൻ ആവണ്ട, നമ്മളത് ഉറപ്പായിട്ടും ചെയ്യും. കുഴപ്പമില്ല, ഞാനിങ്ങനെ ഇരുന്നോളാം. അങ്കിള് പറഞ്ഞു നീ ഇത്ര പെട്ടെന്ന് മറന്നോ? കൂടുതൽ കുഴപ്പമുണ്ടാകണമെങ്കിൽ പെട്ടെന്ന് നെസ് പറഞ്ഞു. അങ്ങനെ അവർ നക്ഷത്രങ്ങളൊക്കെ നോക്കി സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ മറ്റേ ചാരം ഫോട്ടോ എടുത്ത് നെസറിന് അയച്ചു കൊടുക്കുന്നു. തണുപ്പ് കൂടിയപ്പം മറിച്ചാൻ തന്നെ ആദ്യം ഇവിടുന്ന് എഴുന്നേറ്റു. ചാരൻ അയച്ച ഫോട്ടോ കണ്ട മനസ്സമാധാനം പോയ നെസർ രാത്രിക്ക് രാത്രി തന്നെ അതേ ഫോട്ടോ ചെന്ന് അസ്ലീം കാണിച്ച് അവളുടെ മനസ്സമാധാനം കൂടി കളഞ്ഞു. ഗുള്ളുവാന്റെ കൊടുത്ത റൂം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുന്നെങ്കിലും ബെഡിന്റെ അവസ്ഥ കണ്ട് അവരെ രണ്ടുപേരെയും കിളിപോയി. കാരണം അതിൽ രണ്ടുപേർക്കും കൂടെ ഒരൊറ്റ പില്ലോയെ ഉണ്ടായിരുന്നുള്ളൂ. ഇവന്റെ കൂടെ ഇനി ഈ ബെഡിൽ ഒന്നിച്ച് കിടക്കേണ്ടയും കൂടെ വരുമോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മർജാനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് ആർജി എന്റെ കുട്ടി.